ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ സുഭാഷ് ഏട്ടന് പെണ്ണ് കാണാൻ പോയി വന്നതിൻ്റെ രാത്രി അവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ പുറത്തുനിന്ന് പൊറാട്ടയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ഒന്നുകൂടെ കഴിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അന്ന് പെണ്ണൊക്കെ കണ്ടു വന്നതല്ലേ, അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ഒന്ന് കിച്ചണിൽ കയറാണ്ടിരിക്കുക. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതെനിക്കൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ലല്ലോ, പിന്നെന്താ, അല്ല ഇന്ന് സുഭാഷ് ഏട്ടന് റെസ്റ്റ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ പോയ വീട്ടുകാർ നല്ല വീട്ടുകാരല്ലേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ, ഒന്നും വിളിക്കാത്ത ആൾക്കാരല്ലേ ഇത്. അത് കേട്ട പരീഷ് സുധീഷിനൊന്ന് നൈസായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇയാൾ പിന്നെ എല്ലാം ഒളിക്കുന്നതുകൊണ്ട് ഇതൊക്കെ വേഗം കണ്ടുപിടിക്കൂലേ. അപ്പോൾ എല്ലാവരും ചിരിക്കുക കേട്ടോ, നിധിയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും വീടൊക്കെ അത്യാവശ്യം വലുതാലേ, ഇനിയിപ്പോൾ നമ്മുടെ വീട് കണ്ടാൽ അവർക്ക് ഇഷ്ടാവോ ആവോ, പിന്നെ നമ്മൾ എന്ത് പറയും. അപ്പോൾ നിധി പറയുന്നുണ്ട്, മറുപടി സുധീഷ് കൊടുത്തോളും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണെന്നും അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും സുധീഷ് പറഞ്ഞേനെ. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ഒരു ചമ്മി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇഷ്ടപ്പെട്ടിട്ട് മതി കല്യാണം എന്നുള്ളത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത്, ഇനിയിപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം ഈ കല്യാണം റെഡി ആവാൻ, അപ്പോൾ അവർ വിചാരിക്കണം എന്ന് നിധി പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷ് ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ചേട്ടനൊന്നും മിണ്ടാത്തത്. ഞാനെന്ത് പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടന് ഇഷ്ടമായില്ലേ. പക്ഷേ സുഭാഷ് ചേട്ടൻ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചത് സുഭാഷ് ചേട്ടൻ ആ കുട്ടീനെ ഇഷ്ടമായോ എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആ കുട്ടി അത്യാവശ്യം സംസാരിക്കും. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. അപ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അതൊരു നമ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി ജ്യോതി ആയിരിക്കുമോ, ആ കുട്ടിയുടെ നമ്പർ തന്നെയാണത്, ഏട്ടൻ എടുത്ത് നോക്കുന്നത്. അങ്ങനെ സുഭാഷ് ഏട്ടൻ എടുക്കാനൊക്കെ ഒരു ചടപ്പാവുന്നുണ്ട്. അങ്ങനെ കോൾ എടുക്കുകയാണ് കേട്ടോ. പക്ഷേ സുഭാഷ് ഏട്ടൻ പുറത്തേക്കൊന്നും പോകാണ്ട് അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, സുഭാഷ് അല്ലേ, ലൈനിലുണ്ടോ, ഫുഡ് കഴിച്ചോ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, ഏട്ടാ പുറത്ത് പോയി സംസാരിക്കുക, പ്ലീസ് ഏട്ടാ പുറത്ത് പോയി സംസാരിക്കുക. പക്ഷേ സുഭാഷ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. സുഭാഷിൻ്റെ പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല. അങ്ങനെ അവൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വന്ന് പോയതിൻ്റെ ശേഷം അവരെന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങൾ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് എന്നെ ഇഷ്ടമായോ. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, ഓ ഇഷ്ടമായി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ. ആദ്യം എന്നൊരു മറുപടി സുഭാഷ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അവൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ എനിക്കും ഇഷ്ടമായി എന്ന്. എന്നിട്ട് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ കാണാൻ കൊള്ളാവോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ആ കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്, നിങ്ങളും കാണാൻ കൊള്ളാം, എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ നിധിയെ. അത് കേട്ടപ്പോൾ സുഭാഷിനൊരു ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾ നല്ല കുട്ടിയാണെന്ന്. എന്നിട്ട് പറയുകയാണ്, വലിയ സൗകര്യമൊക്കെ ഉള്ളൊരു വീട്ടിൽ വളർന്ന കുട്ടിയാണ്, പക്ഷേ ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഞങ്ങളെ വീട് കുറച്ച് സൗകര്യക്കുറവൊക്കെയാണെന്ന്. അപ്പം ജ്യോതി പറയുന്നുണ്ട്, ഓ അനിത്യയെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നാവാണല്ലോ. അതിന് സുഭാഷ് ഏട്ടൻ ചിരിക്കുകയാണ് കേട്ടോ. ആ ചിരി ഒരു മനസ്സറിഞ്ഞുള്ള ചിരിയാണ്. ഇതെല്ലാം ഭാസ്കരൻ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ അവിടെ ബെഞ്ചിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ അവരൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ലൈനിൽ പോയോ, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. സുഭാഷിനാണെങ്കിൽ ഒന്നും സംസാരിക്കാനില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല പോയിട്ടില്ല, പക്ഷേ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ജ്യോതി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ജോലിനെ പറ്റി പറ, മേസ്ത്രി എന്ന് പറഞ്ഞാൽ എന്താ. അപ്പോൾ അവൻ അതിനെ പറ്റിയൊക്കെ വിവരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവൾ ചോദിക്കുന്നുണ്ട്, സുഭാഷിന് ഏറ്റവും ഇഷ്ടം എന്താ. അപ്പോൾ അവൻ, അങ്ങനെയൊന്നുമില്ല, നീ പറ, നിനക്ക് എന്താ ഇഷ്ടം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തടി കൂടുന്നു വെച്ചിട്ട് അമ്മ കഴിക്കാൻ സമ്മതിക്കില്ല. സുഭാഷിനോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവിടെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കാറ്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവനിത് ഈ പെൺകുട്ടിനോട് ഇപ്പം തന്നെ എന്തിനാ പറഞ്ഞേന്നുള്ളൊരു രീതിക്കാണ് ആ പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നികേഷിന് ഇടിയപ്പാണ് ഇഷ്ടം, അരീഷിന് ഇന്നതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൾ എന്താ ഈ സുഭാഷ് പറയുന്നത്, സ്വന്തം ഇഷ്ടം ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ ഇഷ്ടമാണല്ലോ പറയുന്നത് എന്നുള്ള ചിന്തയിൽ അവൾ ഇരിക്കുകയാണ്. സുഭാഷ് ആണെങ്കിൽ അനിയന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുധീഷിന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം, ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് അതേപോലെ പൊറാട്ട മേടിച്ചു. അപ്പം ഭാസ്കരൻ തലയ്ക്ക് കഴിച്ചിട്ട്, ഓ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും അവർ 3 പേരും പുറത്തേക്ക് വരുന്നുണ്ട്. ഓ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് സെറ്റാവുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാട്ടോ. അപ്പോൾ നിധി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തവിടെ, അയ്യേ ഒളിഞ്ഞു നോക്കുകയാണോ, ഏട്ടൻ്റെ സംസാരം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു കൊണ്ടുപോവാണ്. സുഭാഷ് ആണെങ്കിൽ വീട്ടുകാരെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്യോതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് മടുക്കുന്നുണ്ട്. അവൾ ഫോണൊക്കെ കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മടുപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. സുഭാഷാണെങ്കിൽ നിർത്താനുള്ള ഭാവമൊന്നുമില്ല. കാരണം സുഭാഷിന് അവനെ പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാ അനിയന്മാരെ പറ്റിയിട്ടാണല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ. ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഭാസ്കറിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ മടുപ്പോട് കൂടി അവിടെ നിന്ന് എണീറ്റിട്ട് ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, എന്തിനാ വെറുതെ അവനോട് ആ കുട്ടീനെ വിളിക്കാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവൻ്റെ സംസാരം കേട്ടിട്ട് ആ കുട്ടി കല്യാണം വേണ്ടാന്ന് വെക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നീ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിങ്ങളൊന്ന് പോയി അവൻ എന്താ സംസാരിക്കുന്നൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് പറ. അങ്ങനെ നികേഷ് പോവാണ് കേട്ടോ സുഭാഷേട്ടൻ എന്താ പറയണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പാചകം വലിയ ഇഷ്ടമാണ്. രാവിലെ ഞാൻ വർക്കിന് പോകുന്നതിന് മുന്നേ ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കും.
ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ നികേഷ് തലയ്ക്ക് കൈ വെച്ചിട്ട് അയ്യോ ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്. ജ്യോതിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടോ. ജ്യോതിക്ക് ഇത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ട്. കാരണം അവൾക്ക് സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ കേൾക്കാനാണല്ലോ ഇഷ്ടം. പക്ഷേ സുഭാഷ് പറയുന്നതോ വേറെ രീതിയിലാണ്. അനിയന്മാരെ അവർക്കങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കാറില്ല, ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. നിധി എപ്പോഴെങ്കിലുമൊക്കെ പച്ചക്കറി അരിയാനായിട്ടൊക്കെ സഹായിക്കാനായിട്ട് വരും, അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടേമ്പാട് ഇതെല്ലാം കേട്ടുകൊണ്ട് മടുപ്പോടെ ഇരിക്കുന്ന ജ്യോതിനെ കാണിച്ചിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷം അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്